بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد പ്രിയപ്പെട്ട മോമിനികളെ സഹോദര സഹോദരിമാരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ വീഡിയോ 83. ഇതിൽ മറിയം സൂറത്തിലെ 51-ാമത്തെ ആയത്ത് മുതൽ എടുക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. واذكر في الكتاب موسى إنه كان مخلصا وكان رسولا نبيا وناديناه من جانب الطور الأيمن وقربناه نجيا. 51-52 ആയത്തുകളാണ് ഇപ്പോൾ ഞാൻ ഓതിയത്. വദ്കുർ ഫിൽ കിതാബി, ഖുർആനിൽ പറഞ്ഞ മൂസ അലൈഹിസ്സലാമിന്റെ ചരിത്രം ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു നിർദ്ദേശിക്കുകയാണ്. ഇന്നഹു, തീർച്ചയായും മൂസ നബി അലൈഹിസ്സലാം അദ്ദേഹം ആയിരുന്നു മുഖ്ലസൻ, അള്ളാഹുമായി സംസാരിക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട ആളായിരുന്നു, അല്ലെങ്കിൽ നിഷ്കളങ്കനായിരുന്നു. വക്കാന, അദ്ദേഹമായിരുന്നു റസൂലും നബിയും ആയിരുന്നു. റസൂല്, നബി, എല്ലാ റസൂലും നബിമാരാണ്, എല്ലാ നബിയും റസൂലല്ല. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത്, നബി ആയതോടുകൂടെ റസൂലാവണമെങ്കിൽ കുറേ കൂടെ ഒരു യോഗ്യത വേണം. അതെന്താ? അത് പുതിയ ഒരു നിയമവും പുതിയ ശരീഅത്തും അള്ളാഹു നൽകും അവർക്ക്. എന്നിട്ട് അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാനുള്ള നിർദ്ദേശം ഉണ്ടാവും റസൂലാവുമ്പോൾ. നബി ആണെങ്കിൽ വെറും വഹി മാത്രമേ ഉണ്ടാവുള്ളൂ. വഹിയിൽ അള്ളാഹു നിർദ്ദേശിക്കുന്നത് ജനങ്ങളെ പ്രബോധനം ചെയ്യാൻ, ഇബാദത്തെടുക്കാൻ വേണ്ടി. അതിനുള്ള നിയമങ്ങൾ മുമ്പുള്ള ഒരു നബി, ഒരു പ്രവാചകന്റെ നിയമങ്ങളും ശരീഅത്തും അതിനോട് തുടർന്നുകൊണ്ട്. അതാണ് നബിയും റസൂലും തമ്മിലുള്ള വ്യത്യാസം. ഇവിടെ തബ്ലീഗ് ചെയ്യാനുള്ള ഓർഡർ ഉണ്ടാവില്ല, എത്തിച്ചു കൊടുക്കാൻ പുതിയ മതം ഇല്ല. ആ മുമ്പുള്ള റസൂലിന്റെ മതത്തോട് അല്ലെങ്കിൽ ശരീഅത്തിനോട് പിൻപറ്റിയിട്ടാവും ഓരോ നബിമാരും പ്രവർത്തിക്കുക. അപ്പൊ വദ്കുർ ഫിൽ കിതാബി മൂസ ഇന്നഹു കാന മുഖ്ലസൻ വകാന റസൂലൻ നബിയ. 52-ാമത്തെ ആയത്ത്, വനാദൈനാഹു മിൻ ജാനിബി തൂരിൽ അയ്മനി വഖറബ്നാഹു നജിയ. വനാദൈനാഹു, മൂസ നബി അലൈഹിസ്സലാമിനെ നമ്മൾ വിളിച്ചു, മിൻ ജാനിബി തൂരിൽ അയ്മനി, മിൻ ജാനിബിൽ അയ്മനി ലിത്തൂരി, തൂർ പർവ്വതത്തിന്റെ വലത്തെ ഭാഗത്ത് നിന്ന് നമ്മൾ വിളിച്ചു. തൂർ പർവ്വതത്തെ സംബന്ധിച്ച് അള്ളാഹു മീഖാത്ത് നിശ്ചയിച്ച സ്ഥലമാണത്. മൂസ നബിയുമായിട്ട് സംഭാഷണം നടത്താൻ അള്ളാഹു നിശ്ചയിച്ച സ്ഥലമാണ്. ആറാഫ് സൂറത്തിൽ പറയുന്നുണ്ട് ഇതിനെ സംബന്ധിച്ച്. 43-ാമത്തെ ആറാഫ് സൂറത്തിൽ പറയുന്നത്, നാസിയാത്ത് സൂറത്തിലോ എല്ലാം അതിനെ സംബന്ധിച്ച് വിവരണമുണ്ട്. അപ്പോ വലമ്മാ ജാഅ ലമീഖാത്തിന വകല്ലമഹു റബ്ബുഹു ഖാല റബ്ബി അരിനി അൻദുർ ഇലൈക ഖാല ലൻ തറാനി. അതായത് മൂസ നബി അലൈഹിസ്സലാം ആറാഫ് സൂറത്തിൽ പറഞ്ഞ കാര്യം പറയും. മൂസ നബി അലൈഹിസ്സലാം അള്ളാഹു നിശ്ചയിച്ച സ്ഥലത്ത്, സമയത്ത് അവിടെ എത്തിച്ചേർന്നു. അതാണ് വലമ്മാ ജാഅ ലമീഖാത്തിന എന്ന് പറഞ്ഞത്. അത് തൂർ പർവ്വതത്തിന്റെ അടുത്തായിരുന്നു. തൂർ പർവ്വതത്തിന്റെ വലത്ത് ഭാഗത്ത്. തൂർ പർവ്വതം ഒരു പരിശുദ്ധമായ പർവ്വതമായിട്ടാണ് കണക്കാക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോ ആ തൂർ പർവ്വതത്തിന്റെ വലത്ത് ഭാഗത്ത് മൂസ നബി അലൈഹിസ്സലാം വന്നു. വകല്ലമഹു റബ്ബുഹു, പടച്ചവൻ അദ്ദേഹവുമായി സംസാരിച്ചു.
സംസാരം കേട്ടപ്പോൾ ആളെ കാണുന്നില്ലല്ലോ, അപ്പൊ അള്ളാഹുവിന്റെ സംസാരം കേൾക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് ആഗ്രഹം ഉണ്ടായി, എനിക്ക് അള്ളാഹുവിനെ കാണണമെന്നത്. അതിന്റെ പേരിൽ പറഞ്ഞു, റബ്ബി അരിനി, എനിക്ക് നിന്നൊന്ന് കാണിച്ചു തരണം പഠിച്ചവനെ. അപ്പൊ അള്ളാഹു പറഞ്ഞു, ഇന്നക്കലം തറവനി, ദുന്യാവിൽ വെച്ച് എന്നെ കാണാൻ കഴിയില്ല എന്ന് അള്ളാഹു അതിന് മറുപടിയും പറഞ്ഞു. അപ്പോ ഇതാണ് ഇതിന്റെ ഒരു ഷോർട്ടാണ് മറിയം സൂറത്തിൽ പറഞ്ഞിട്ടുള്ളത്. വനാദൈനാഹു മിൻ ജാനിബി വനാദൈനാഹു മിൻ ജാനിബി തൂരിൽ അയ്മനി വഖറബ്നാഹു നജിയ. മൂസ നബി അലൈഹിസ്സലാമിന്റെ തൂർ പർവ്വതത്തിന്റെ വലത്ത് ഭാഗത്ത് വെച്ച് നമ്മൾ വിളിച്ചു, സംസാരിച്ചു. വഖറബ്നാഹു, അദ്ദേഹത്തെ നാം അടുപ്പിച്ചു, നമ്മുടെ സാമീപ്യം നൽകി അദ്ദേഹത്തിന്. എന്തിന്? നജിയ, രഹസ്യ സംഭാഷണത്തിന്. അത് ഇത് 52-ാമത്തെ ആയത്താണ്. 53-ാമത്തെ ആയത്തിൽ വവഹബ്നാ ലഹു മിർ റഹ്മതിനാ അഖാഹു ഹാറൂന നബിയ്യ. വഹബ്ന, നമ്മൾ നൽകി, മിൻ റഹ്മത്തിന, നമ്മളുടെ അനുഗ്രഹത്താൽ, അഖാഹു ഹാറൂന, അഖാഹു അദ്ദേഹത്തിന്റെ സഹോദരനെ, അഥവാ ഹാറൂന, ഹാറൂൻ നബി അലൈഹി സ്വലാമിന്. ഹാറൂൻ അന്ന് നബിയല്ല, നബി ആയ പേരും പറയാം, നബിയ, നബിയായിട്ട്. അത് മൂസ നബി അലൈഹി സ്വലാമിന്റെ ഒരു ദുആയുടെ ഫലമായിട്ടാണ് ഹാറൂനിനെ, സഹോദരൻ ഹാറൂനിനെ നബിയായിട്ട് അല്ലാഹു തആല നൽകിയത്. ഹാറൂൻ നബിയെ സംബന്ധിച്ച് ഇജഅലി വസീറൻ മിൻ അഹ്ലി ഹാറൂന അഖിസ്തുദ് ബിഹി അസ്രി എന്ന് പറഞ്ഞു. പടച്ചവനെ, എനിക്ക് ഒരു സംസാരിക്കാൻ എൻ്റെ നാവിന് റബ്ബി ശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അത് മൂസ നബി പറഞ്ഞതാണ്. എല്ലാ വയലന്മാരും ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾക്ക് അത് ഉപയോഗിക്കുന്നുണ്ട് എന്ന് പറയാൻ കാരണം അത് അങ്ങനെ പരിചയമുണ്ട് എന്ന അർത്ഥത്തിനാണ് ഞാൻ പറഞ്ഞത്. അപ്പോ റബ്ബി ശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. നാവിന് അദ്ദേഹത്തിന് നിഷ്പ്രയാസം സംസാരിക്കാൻ കഴിയാത്ത ഒരു ബുദ്ധിമുട്ടുണ്ട്. അതാണ് വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. വജഅലി, അപ്പൊ പറഞ്ഞത് പിന്നെ വജഅലി വസീറൻ മിൻ അഹ്ലി, എൻ്റെ അഹ്ലിൽപ്പെട്ട ഒരാളെ എനിക്ക് സഹായിയായിട്ട് നീ ആക്കി തരണം. ഹാറൂൻ അഖിസ്തുദ് ബിഹി അസ്രി, ഹാറൂൻ, സഹോദരൻ ഹാറൂനെ എനിക്ക് ഒരു സഹായിയായിട്ട്, എൻ്റെ ദൗത്യത്തിൽ പങ്കാളിയായിട്ട് എനിക്ക് ആക്കി തരണം, അഥവാ നബി ആക്കി തരണം എന്നുള്ളൊരു പ്രാർത്ഥന ഉണ്ടായി. ആ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് വഹബ്ന ലഹു മിർ റഹ്മതിനാ അഖാഹു ഹാറൂന നബിയ്യ എന്ന് അല്ലാഹു പറഞ്ഞു. വഹബ്ന ലഹു, മൂസ നബിക്ക് നാം നൽകി, മിർ റഹ്മതിന, നമ്മളുടെ അനുഗ്രഹത്താൽ, ഹാറൂന അഖാഹു ഹാറൂൻ, അദ്ദേഹത്തിന്റെ സഹോദരൻ ഹാറൂനെ നബിയായിട്ട് നൽകി. അപ്പൊ പ്രവാചകനാക്കി എന്നർത്ഥം. ഹാറൂനെ പ്രവാചകനാക്കിയിട്ട് ഈ മൂസ നബി അലൈഹിസ്സലാമിന് നൽകി. അങ്ങനെ രണ്ടുപേരും കൂടിയാണ് ആരുടെ അടുത്തേക്ക് പോകുന്നത്? അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ച് ഫിറഔന്റെ അടുത്തേക്ക് പോകുന്നത്. അപ്പോൾ ചരിത്രം സുദീർഘമാണ്. ഇവിടെ എല്ലാം ഈ ആയത്തിൽ, മറിയം സൂറത്തിലെ 3 ആയത്ത് ഇവിടെ പറഞ്ഞു. അത് വളരെ ഷോർട്ടായിട്ടാണ്, അതിലേക്കൊരു സൂചന മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇൻഷാ അല്ലാഹ് അത് ആ സൂറത്ത് നമ്മൾ എടുക്കുമ്പോൾ മൂസ നബിയുടെ ചരിത്രം വിശാലമായി പറയും. അപ്പോൾ അതില് ഫിറഔന്റെ അടുത്തേക്ക് പോയതും കാര്യങ്ങളും എല്ലാം പറയുന്നുണ്ട്. മൂസ നബിയുടെ ജനനം മുതൽക്ക് ഫിറഔന്റെ അടുത്തേക്ക് പോയതും, അവിടെ ഫിറഔനോട് പിന്നെ തൗഹീദിനെ സംബന്ധിച്ച് പറയുന്നതും, ഏകദൈവ വിശ്വാസത്തിൽ വരണം എന്നുള്ളതൊക്കെ പറയണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സുദീർഘമായ ചരിത്രമുണ്ട്. അത് പിന്നെ ആ സൂറത്ത് എടുക്കുമ്പോൾ നമ്മൾ വിശദമായി സംസാരിക്കും. പിന്നെ ഇനി 54-ാമത്തെ ആയത്ത്, വദ്കുർ ഫിൽ കിതാബി ഇസ്മാഈല
إنه كان صادق الوعد وكان رسولا نبيا. 54-ാമത്തെ ആയത്താണ്. വദ്കുർ ഫിൽ കിതാബി, ഖുർആനിൽ പറഞ്ഞ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ സംബന്ധിച്ച് ജനങ്ങൾക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കുക. മൂസ നബിയെ സംബന്ധിച്ച് പറഞ്ഞു കൊടുക്കണം. കഴിഞ്ഞ 3 ആയത്തുകളിൽ പറഞ്ഞു. ഇപ്പോൾ പറയുന്നത് 54-ാമത്തെ ആയത്തിൽ ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിനെ സംബന്ധിച്ച്. ഇസ്മായിൽ നബി അലൈഹിസ്സലാം നബിയുടെ ഉപ്പാപ്പയാണ്. ഇബ്രാഹിം നബിയുടെ 2 മക്കളിൽ മൂത്തയാളാണ് ഇസ്മായിൽ നബി അലൈഹിസ്സലാം. 2-ാമത്തെ ആള് ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം. ഇസ്ഹാഖ് നബിയിലൂടെ ഇസ്ഹാഖിന്റെ മകനാണ് യാക്കൂബ് നബി അലൈഹിസ്സലാം. യാക്കൂബ് അലൈഹിസ്സലാമിലൂടെയാണ് ബനി ഇസ്രായേൽ ഉണ്ടായത്, ഇസ്രായേൽ സന്തതികൾ. ഇസ്രായേൽ എന്നൊരു പേരുണ്ട് യാക്കൂബ് നബിക്ക്. നമ്മൾ മുമ്പേ പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട്, സാന്ദർഭികമായി പറഞ്ഞതാണ് അതെല്ലാം. അപ്പോൾ യാക്കൂബ് നബിയുടെ സന്താനങ്ങളാണ് ഇസ്രായേൽ. ആ ഇസ്രായേൽ പരമ്പര, അതാണ് ബനി ഇസ്രായേൽ എന്ന് പറയുന്നത്. ബനി ഇസ്രായേലും കണ്ടമാനം പ്രവാചകന്മാരുണ്ടായിട്ടുണ്ട്. പിന്നെ മറ്റൊരു മകൻ, ആദ്യത്തെ മൂത്ത മകൻ ഇസ്മായിൽ അലൈഹിസ്സലാം, അദ്ദേഹത്തിന്റെ ഏക പ്രവാചകനാണ്. പിന്നെ പൗത്രന്മാരിൽ അല്ലെങ്കിൽ പേരമക്കളിൽ ഏക പ്രവാചകനാണ് നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് റസൂലിന്റെ വല്യപ്പനാണ് ഇസ്മായിൽ നബി അലൈഹിസ്സലാം. ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ സംബന്ധിച്ച് പറഞ്ഞു കൊടുക്കണം ജനങ്ങൾക്ക് എന്ന് പറയുന്നത്. വദ്കുർ ഫിൽ കിതാബി ഇസ്മാഈല ഇന്നഹു കാന സാദിഖൽ വഅദ് വകാന റസൂലൻ നബിയ്യാ. വദ്കുർ ഫിൽ കിതാബി, ഖുർആനിൽ പറഞ്ഞ ഇസ്മായിലിനെ സംബന്ധിച്ച്, വല്യപ്പയായ ഇസ്മായിലിനെ സംബന്ധിച്ച് നിങ്ങളുടെ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക എന്ന് റസൂലിനോട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പറയാണ്. ഇന്നഹു, തീർച്ചയായും അദ്ദേഹം, ഇസ്മായിൽ നബി അലൈഹിസ്സലാം, കാന സാദിഖൽ വഅദി, വാഗ്ദത്തം സത്യസന്ധമായി നിർവഹിക്കുന്ന ആളായിരുന്നു. വാഗ്ദത്തം ചെയ്താൽ അത് നിർവഹിക്കുക. വകാന, അദ്ദേഹമായിരുന്നു, റസൂലൻ നബിയുമായിരുന്നു, റസൂലൻ നബിയ, റസൂലും നബിയുമായിരുന്നു. ഇതില് നമ്മൾ പറഞ്ഞതുപോലെ മൂസ നബിയെ സംബന്ധിച്ച് പറഞ്ഞതുപോലെ മൂസ നബി റസൂലും നബിയുമായിരുന്നു. അതുപോലെ ഇസ്മായിലും റസൂലും നബിയുമായിരുന്നു. ഇവിടെ എല്ലാ പ്രവാചകന്മാർക്കുള്ള വിശേഷണമാണ്, എല്ലാ മഹത്തുക്കൾക്കുള്ള വിശേഷമാണ് വാഗ്ദത്ത നിർവഹണം. പിന്നെ ഇവിടെ മാത്രം എടുത്ത് പറയാൻ കാരണം അത് അദ്ദേഹം ഇബ്രാഹിം നബി അലൈഹിസ്സലാം വലമ്മ ബലഗ മഅഹു സഅയ ഖാല യാ ബുനയ്യ ഇന്നി അറാ ഫിൽ മനാമി അന്നി അദ്ബഹക എന്നുള്ള പറഞ്ഞല്ലോ. ഉപ്പാടെ കൂടെ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യാനും അതിൽ ഉപ്പാനെ സഹായിക്കാനും ഉള്ള പ്രായമായപ്പോൾ, ഏകദേശം 12 വയസ്സായപ്പോൾ എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇബ്രാഹിം നബി പറയാണ് മകനോട്, ഇസ്മായിൽ നബിയോട്, യാ ബുനയ്യ ഇന്നി അറാ ഫിൽ മനാമി അന്നി അദ്ബഹക, മകനെ ഞാൻ സ്വപ്നം കണ്ടു നിന്നെ അറുക്കുന്നതായിട്ട് ഞാൻ സ്വപ്നം കണ്ടു. അപ്പൊ ഇത് പ്രവാചകന്മാരുടെ സ്വപ്നങ്ങൾ, അത് അള്ളാഹുവിന്റെ കൽപ്പനയാണ് എന്നുള്ളത് 2 കൂട്ടർക്കും അറിയാം. ഇബ്രാഹിം നബിക്കും അറിയാം, ഇസ്മായിൽ നബിക്കും അറിയാം. അപ്പൊ ഇബ്രാഹിം നബി ചർച്ച ചെയ്യാണ് മോനോട് ഇങ്ങനെ പറഞ്ഞിട്ട്. അതുകൊണ്ട് ഫൻദുർ മാദാ തറ, നീ ചിന്തിച്ച് ഇതിനെ സംബന്ധിച്ച് എന്താണ് നിന്റെ അഭിപ്രായം എന്ന് എന്നോട് പറയണം എന്ന് പറഞ്ഞപ്പോൾ ഉടനെ പറഞ്ഞു, ഖാലയ അബത്തിഫ് അൽ മാ തുമർ, നിങ്ങളോട് കൽപ്പിക്കപ്പെട്ടത് നിങ്ങൾ ചെയ്യണം. പിതാവേ, നിങ്ങൾ കൽപ്പിക്കപ്പെട്ട കാര്യം എന്താണെങ്കിൽ അത് ചെയ്യണം. അപ്പോ അറുക്കണം എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. എന്നെ അറുക്കാനുള്ള കൽപ്പനയാണ്, അള്ളാഹുവിന്റെ കൽപ്പനയാണ്. അതനുസരിച്ച് നിങ്ങൾ ആ ദൗത്യം നിർവഹിക്കണം. യാ അബത്തിഫ് അൽ മാ തുമർ സതജിദുനി ഇൻഷാ അല്ലാഹു സാബിറൻ. ഇതൊരു വാഗ്ദത്തമാണ്.
സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ എന്നുള്ളതൊരു വാഗ്ദത്തമാണ്, ഒരു കരാർ പോലെ. ഇതിനെ അദ്ദേഹം നിർവഹിച്ചു, പൂർത്തിയാക്കി എന്നുള്ളതാണ് സാദിഖൽ വഅദി എന്ന് ഈ ആയത്തിൽ പറഞ്ഞുകൊണ്ട് ഉദ്ദേശം. എന്താ പറഞ്ഞത്? സതജിദുനി, എന്നെ നിങ്ങൾക്ക് കാണാം, ഇൻഷാ അല്ലാഹ് സാബിരി മിനസ് സാബിരീൻ, ക്ഷമിക്കുന്നവരിൽപ്പെട്ടവരായിട്ട് എന്നെ നിങ്ങൾക്ക് കാണാം. ഉപ്പ, നിങ്ങൾക്ക് എന്നെ കാണാം. ഞാൻ ക്ഷമയില്ലാതെ പലതും അക്ഷമനായിക്കൊണ്ട് പ്രവർത്തിക്കില്ല. ഈ വിഷയത്തിൽ എന്നെ അറുക്കുകയാണെങ്കിലും ഞാൻ വളരെ അള്ളാഹുവിന് വേണ്ടി ക്ഷമിക്കും എന്നുള്ള ആ വാഗ്ദത്തം ഇബ്രാഹിം നബിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അത് ഇബ്രാഹിം നബി ഇത് പറഞ്ഞപ്പോൾ ഇസ്മായിൽ നബി ഒരു അക്ഷമനാവുകയോ ഒരു ദുഃഖിക്കുകയോ ചെയ്തില്ല. മറിച്ച് ഞാൻ ക്ഷമയുള്ളവനായിട്ട് നിങ്ങൾക്ക് കാണാം എന്ന് പറഞ്ഞിട്ട് അറുക്കാൻ കൊണ്ടുപോയതും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. രണ്ടുപേരും അള്ളാഹുവിന്റെ ആജ്ഞയ്ക്ക് കീഴടങ്ങിയപ്പോൾ അറുക്കാൻ വേണ്ടി ഒന്ന് ചെരിച്ചു കിടത്തി, എന്നിട്ട് അറുത്തു നോക്കി. അത് മുറിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞല്ലോ കഴിഞ്ഞ വീഡിയോയിൽ. അതുപോലെ അപ്പോ അതാണ് സാദിഖൽ വഅദി എന്നിവിടെ പറഞ്ഞതിന്റെ ഉദ്ദേശം. ഇത് വാഗ്ദത്തം ചെയ്തത് ശരിക്കും നിർവഹിക്കുക. വകാന റസൂലൻ നബിയ, അദ്ദേഹം റസൂലും പിന്നെ നബിയുമായിരുന്നു. പിന്നെ 55-ാമത്തെ ആയത്താണ്. വകാന യഅ്മുറു അഹ്ലഹു ബിസ്സലാത്തി വസ്സകാത്തി വകാന ഇൻദ റബ്ബിഹി മർദിയ്യാ. വകാന യഅ്മുറു, ഇസ്മായിൽ നബി അലൈഹിസ്സലാം ആയിരുന്നു, യഅ്മുറു അഹ്ലഹു, തന്റെ കുടുംബത്തോട് കൽപ്പിക്കുമായിരുന്നു, ബിസ്സലാത്തി, നമസ്കാരം കൊണ്ട്. നമസ്കാരം കൃത്യമായി നിർവഹിക്കണമെന്ന് തന്റെ കുടുംബത്തോട് അദ്ദേഹം കൽപ്പിക്കുമായിരുന്നു. നമസ്കാരം എന്ന് പറഞ്ഞാൽ ഇമാദുദ്ദീനാണ്, ദീനിന്റെ തൂണാണ്. അത് വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. ഇന്നും അന്നും അത് വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. കൃത്യമായി നിർവഹിക്കണം, തെറ്റാതെ. സമയം കൃത്യമായി, ഇഖാമത്തു സ്വല എന്നാണല്ലോ അതിന് പറയാം. നമസ്കാരം കൃത്യമായി നിർവഹിക്കുക, ഇതൊരു മുഅ്മിനിന്റെ കടമയാണ്. ഇസ്മായിൽ നബി അലൈഹിസ്സലാം തൻ്റെ കുടുംബത്തോട് അത് വളരെയധികം പിന്നെ കാര്യമായിട്ട് തന്നെ അത് കൽപ്പിക്കുമായിരുന്നു. വസ്സക്കാത്ത്, സക്കാത്ത് കൊണ്ടും കൽപ്പിക്കുമായിരുന്നു. സക്കാത്ത് എന്ന് പറഞ്ഞാൽ അവിടെ സമൂഹത്തിനെ ഉദ്ധരിക്കാനുള്ള ഒന്നാണ് സക്കാത്ത്. സക്കാത്ത് ദാരിദ്ര്യം നീക്കാനുള്ള ഒരു ഉപാധിയാണ്. അതിനുവേണ്ടിയാണ് സക്കാത്ത് നിശ്ചയിച്ചിട്ടുള്ളത്. അപ്പൊ സക്കാത്ത് കൊടുക്കുന്നതിലൂടെ സമൂഹത്തെ ഉദ്ധരിക്കാൻ കഴിയും. അതും കൂടി സമൂഹത്തെ, കുടുംബത്തെ അതിനു വേണ്ടിയും കൽപ്പിക്കുമായിരുന്നു. വകാന ഇൻദ റബ്ബിഹി മർദിയ്യ, ഇസ്മായിൽ നബി അലൈഹിസ്സലാം അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും തൃപ്തിപ്പെട്ടവനുമായിരുന്നു. ഇത് ഇസ്മായിൽ നബീനെ ഒരു മദഹ് ചെയ്യല. ഇതിലും വലിയൊരു മദഹ് ഇനി കിട്ടാനില്ല. അത്രയും വലിയ മദഹാണ്. പുകഴ്ത്തി പറയാം, അള്ളാഹു പുകഴ്ത്തി പറയാം. അള്ളാഹു പുകഴ്ത്തി പറഞ്ഞവര് പിന്നെ രക്ഷപ്പെട്ടില്ലേ? എല്ലാ നിലക്കും രക്ഷപ്പെട്ടു. അവൻ വമ്പിച്ച വിജയം കരസ്ഥമാക്കി എന്നാ പറയാനുള്ളത്. അള്ളാഹു ഈ നിലയ്ക്ക് പറഞ്ഞു കഴിഞ്ഞാൽ വക്കാന ഇൻദ റബ്ബിഹി മർദിയ, പടച്ചോന്റെ അടുക്കല് വളരെ തൃപ്തിപ്പെട്ട ആളായിരുന്നു ഇസ്മായിൽ നബി എന്ന് അള്ളാഹു തന്നെ പറയുന്നത്. അപ്പോൾ ഇങ്ങനെ 55 ആയത്തുകൾ, 55-ാമത്തെ ആയത്ത് വരെയാണ് ഇപ്പൊ നമ്മൾ എടുത്തിട്ടുള്ളത്. ഇത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എങ്ങനെയാണെങ്കിൽ എല്ലാ വീഡിയോകളും പ്രയാസം നിങ്ങൾക്ക് ലഭ്യമാവും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.